ഇവിടെ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ കുടുംബം ഏതാണ്ട് ഒരു 500 കോടി രൂപയ്ക്ക് അധികം വരുന്ന സ്വത്ത് പതിറ്റാണ്ടുകളായി അവർ കയ്യിൽ വെച്ചിരിക്കുകയാണ്. AP അനിൽകുമാർ റവന്യൂ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കൊടിയ അനീതിക്ക് ഒരു അറുതി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിഷയത്തിൽ റവന്യൂ മന്ത്രി നീതിപൂർവമായിട്ടുള്ള നിലപാടെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അദ്ദേഹവുമായിട്ട് പരോക്ഷമായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ലക്ഷ്മി നായരുടെ കുടുംബം കയ്യിൽ വെച്ചിരിക്കുന്ന ഈ 500 കോടി രൂപയുടെ ഈ അനധികൃത സ്വത്ത് തിരിച്ചു പിടിക്കും. നമസ്കാരം. തിരുവനന്തപുരത്തെ ലോ അക്കാഡമി ലോ കോളേജുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ മുൻപ് ഉയർന്നിരുന്നു. വിദ്യാഭ്യാസ ആവശ്യത്തിനായി സർക്കാർ വിട്ടുകൊടുത്ത ഭൂമിയിൽ അനധികൃത നിർമ്മാണം നടക്കുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും അതിൻ്റെ പിന്നിലുള്ളവരുടെ സ്വാധീനം കൊണ്ട് യാതൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ഈ ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചു. ചീഫ് ജസ്റ്റിസ് ഇതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നടത്താനായി സർക്കാരിന് നിർദ്ദേശം കൊടുത്തു. ഇതിന് പ്രകാരം സർക്കാർ പരാതിക്കാരനെ വിളിപ്പിക്കുന്നു, അയാളുടെ ഭാഗം കേൾക്കുന്നു. ഇപ്പോൾ നിലവിലെന്താണ്? പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഈ പരാതിക്കാരൻ പറഞ്ഞതിൻ്റെ പൊരുൾ അതിൻ്റേതായ രീതിയിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഈ സർക്കാർ ഈ ഭൂമി പിടിച്ചെടുക്കുമോ അതോ പഴയ സർക്കാരിൻ്റെ നിലപാട് തുടരുമോ എന്നുള്ളതാണ്. കാരണം സർക്കാരുകൾ പലതും മാറി മാറി വന്നു, പക്ഷേ ഇവർക്ക് യാതൊരു കോട്ടവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി വന്ന സ്ഥിതിക്ക് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട സ്ഥിതിക്കും ഹൈക്കോടതി ഇതിൽ ഇടപെട്ട സ്ഥിതിക്കും ഇതിനൊരു നിലപാട് എന്തായിരിക്കും? ഇനി മുന്നോട്ടുള്ള ഒരു നിലപാട് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കേരളത്തിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമാനതകളില്ലാത്ത ഒരു ഭൂമി കൈയേറ്റമാണ്. കേരളത്തിൽ ഇതിത്ര ഭീകരമായിട്ടുള്ളൊരു ഭൂമി കൈയേറ്റത്തിന് മുമ്പ് നടന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ കോറായിട്ടുള്ള ഇഷ്യൂ എന്താ? കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ പേരൂർക്കട എന്ന് പറഞ്ഞ കണ്ണായ സ്ഥലത്ത് ലക്ഷങ്ങൾ വില അവിടെ സെൻറ്റിനുണ്ട്. ആ സ്ഥലത്ത് ഏതാണ്ട് 11.5 ഏക്കർ സ്ഥലം 11.5 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെൻറ്റായി? 11.5 ഏക്കർ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 1100 സെൻറ്റ് സ്ഥലം. ഒരു സെൻറ്റിന് ഒരു 40 ലക്ഷം രൂപ, ഒരു സെൻറ്റിന് ഒരു 40 ലക്ഷം രൂപ വെച്ച് വില ഇട്ട് കഴിഞ്ഞാൽ നോക്കിയാൽ അതെ. അപ്പോൾ അത്രയും സ്ഥലം പതിറ്റാണ്ടുകളായി ഒരു കുടുംബം അനധികൃതമായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായി? അങ്ങനെ ഒരു സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതെ, നമ്മൾ 2-3 ഏക്കർ സ്ഥലം വില കുറേ സെൻറ്റ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തോട്ട മേഖല കയ്യേറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്തിനു പറയുന്നു? ഈ കേരളത്തിലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളിയായിട്ടുള്ള യൂസുഫ് അലി ഉണ്ട്. യൂസുഫ് അലിയുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള ആരോപണങ്ങൾ പോലും ചില സെന്റുകളുടെ, അതും അദ്ദേഹം ഈ വ്യവസായ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ട് അതൊക്കെ എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് തന്നെ ഏതാനും സെന്റുകളുടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇച്ചിരി തോട് നികത്തി, അല്ലെങ്കിൽ പാടത്തിൻ്റെ ഏതെങ്കിലും മൂല നികത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂസുഫ് അലിയുമായി ബന്ധപ്പെട്ട് പോലും ആരോപണം. എന്നാൽ ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ കുടുംബം ഏതാണ്ട് ഒരു 500 കോടി രൂപയ്ക്ക് അധികം വരുന്ന സ്വത്ത് പതിറ്റാണ്ടുകളായി അവർ കയ്യിൽ വെച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി. നമ്മളതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ കഴിയുന്നത്, എനിക്കൊന്ന് 60കളുടെ അവസാനത്തെ മറ്റാണെന്ന് തോന്നുന്നു. ലക്ഷ്മി നായരുടെ അച്ഛൻ നാരായണ നായർ, അദ്ദേഹം ദിവംഗതനായി, കോലിയക്കോട് കൃഷ്ണൻ നായരുടെ ജ്യേഷ്ഠൻ, സമാധാനം നാരായണ നായർ എന്നാണ് അദ്ദേഹം. അദ്ദേഹം വന്നൊരു CPI-കാരനായിരുന്നു. അദ്ദേഹം വന്ന് സർക്കാരിനെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് സ്ഥലം വേണം, എനിക്ക് ഒരു നിയമവിദ്യാലയം നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സർക്കാരിനെ സമീപിക്കുന്നു. അപ്പോൾ ആ സർക്കാർ അതിനോട് യോജിച്ചിട്ട് അയാൾക്ക് 11.5 ഏക്കർ സ്ഥലം ചെറിയ പാട്ടത്തുകയ്ക്ക് പേരൂർക്കടയിൽ കൊടുക്കുന്നു. അന്ന് ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അപ്പോൾ അതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സർക്കാർ കുറച്ച് സ്ഥലം കൊടുക്കുന്നു, ഒരു 11 ഏക്കർ സ്ഥലം കൊടുക്കുന്നു, അത് ഒരു നിയമവിദ്യാലയം നടത്താൻ വേണ്ടി എന്ന് പറഞ്ഞ് മേടിക്കുന്നു. അന്ന് ഒരു ലോ അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നു. ആ സ്ഥാപനത്തിൽ എൻ്റെ സെക്രട്ടറി സമാധാനം നാരായണ നായരായിരുന്നു, അതായത് ലക്ഷ്മി നായരുടെ അച്ഛൻ. പക്ഷേ ആ ലോ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥാപനത്തിനകത്ത് സർക്കാരിൻ്റെ നിയമ സെക്രട്ടറി, വിദ്യാഭ്യാസ സെക്രട്ടറി, വൈസ് ചാൻസലർ, അങ്ങനെ ഉന്നതരായിട്ടുള്ള സർക്കാരിൻ്റെ ഒരുപാട്
പേര് ആ ലോ അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയവരാണ്. അല്ലല്ല, പഠിച്ചിറങ്ങിയവരല്ല, ആ അക്കാഡമിയിലെ മെമ്പർമാരായിരുന്നു. മെമ്പർമാരാ? ശരി, മനസ്സിലായി. അപ്പം അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു അക്കാഡമി, ഇയാൾ സെക്രട്ടറി ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ അക്കാഡമി ഈ സെക്രട്ടറിക്ക് ഇതുപോലെ സ്ഥാപനം നടത്താനായിട്ട് അനുവാദം കൊടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അയാൾ അവിടെ ലോ അക്കാഡമി, അതിനകത്ത് വലിയ തെറ്റൊന്നും നമുക്ക് പറയാൻ. പക്ഷെ കാലക്രമേണ നമ്മൾ എന്താ കാണുന്നത്? കാലക്രമേണ നമ്മൾ കാണുന്നത് ഈ ലോ അക്കാദമി പറഞ്ഞ ഈ സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിലെ ഭാരവാഹികളായിരുന്ന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൊഴിഞ്ഞു പോകുന്നു. മനസ്സിലായി? പിന്നെ ഇത് കാലക്രമേണ ഇതൊരു കുടുംബത്തിന്റെ കയ്യിലേക്ക് ഇത് പോകുന്നു. ലക്ഷ്മി നായരുടെ അച്ഛൻ ലക്ഷ്മി നായർ, ലക്ഷ്മി നായരുടെ ചേട്ടൻ നാഗരാജ നാരായണൻ, ലക്ഷ്മി നായരുടെ ഭർത്താവ്, ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ കയ്യിലേക്ക് ഈ ലോ അക്കാദമി പോവുകയാണ്. അപ്പോൾ കാലക്രമേണ നമ്മൾ കാണുന്നത് ഈ കമ്മിറ്റിയിൽ നിന്ന് ഈ സർക്കാരിൻ്റെ ആളുകളെല്ലാം ഒഴിഞ്ഞു പോവുകയും ഈ ഒരു ചെറിയ കുടുംബത്തിൻ്റെ കയ്യിലേക്ക് ഈ ഭൂമി മുഴുവൻ എത്തുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ കണ്ണായ സ്ഥലമായിട്ടുള്ള പേരൂക്കടയിൽ 500 കോടി രൂപ വിലയുള്ള ഈ സ്ഥലം ഈ ഒരു കുടുംബത്തിൻ്റെ കയ്യിലേക്ക് എത്തുന്നു. അപ്പോൾ അതിനെ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതൊരു വിവാദ വിഷയമായി വരുന്നില്ല. അതിൻ്റെ കാരണമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലായതെന്താ, ഇവർ കൃത്രിമമായി നിയമബിരുദം ഇടതിനും വലതിനും ഇടതിനുമൊക്കെ കൊടുക്കുന്നു എന്നുള്ളൊരു ആരോപണം നമ്മളിതിനെക്കുറിച്ച് മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത്. അതെ. അപ്പോൾ അത് ആരോപണമാണെന്ന് പറയാൻ കാരണം വെച്ചാൽ അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇടതും ഇടതുമായിട്ടുള്ള ഒരുപാട് സമുന്നതരായിട്ടുള്ള ആളുകൾ ഈ സ്ഥാപനത്തിൽ നിന്ന് നിയമബിരുദം നേടുന്നു. അതിനകത്തൊരു ദുരൂഹത നമുക്ക് തോന്നുന്നു. കാരണം എന്താണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസമയ പ്രവർത്തനമാണ്. ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള സമയമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് 75% അറ്റൻഡൻസ് വേണം. ഞാനൊരു ലോ കോളേജിൽ പഠിച്ച ആളാണ്, എനിക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട്. 75% അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ സമുന്നതരായിട്ടുള്ള, അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, ഇടതായാലും വലതായാലും സമുന്നതരായിട്ടുള്ള ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകരും അവിടുന്ന് LLB എടുത്തുകൊണ്ട് വരുന്നു. അതെ, മനസ്സിലായി. അവിടെയാണ് നമ്മൾ ഈ നേരത്തെ കടത്തപ്പള്ളി ഈ പറഞ്ഞാൽ എഴുന്നേക്കാൻ പാടില്ലാത്ത കിളവന്മാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. കടലപ്പള്ളിക്കൊക്കെ കിട്ടിയ മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതോ, ഇവര് ഈ കുടുംബം ഒരു വലിയ ഒരു നിയമ മാഫിയയായി വളരുന്നു. ഇവരുടെ അച്ഛൻ സമാധാനം നാരായണൻ നായർ ഏതാണ്ട് ഒരു 10-40 വർഷക്കാലം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. ഇടത് വന്നാലും ഇടത് വന്നാലും സിൻഡിക്കേറ്റ് മെമ്പർ തന്നെയാണ്. അയാൾ സിൻഡിക്കേറ്റ്. അയാളുടെ ഒരു ബന്ധു ഒരു NK ജയകുമാറുണ്ട്. അയാൾ ഇപ്പോൾ നിയമവകുപ്പ് സെക്രട്ടറി ആയിട്ട് വരുന്നു. അയാൾ പിന്നീട് ആ മേഖലയിൽ ന്യൂവാൽസ് എന്നും പറഞ്ഞിട്ടൊരു നിയമ സർവകലാശാലയുണ്ട്, അതിൻ്റെ VC ആയിട്ട് വരുന്നു. അയാളും ഒരു അധികാര കേന്ദ്രമായിട്ട് വരുന്നു. ലോ അക്കാദമിയുടെ ഡയറക്ടറായി ലക്ഷ്മി നായർ വരുന്നു, അവരും ഒരു അധികാര കേന്ദ്രമായിട്ട്. അപ്പം നിയമമേഖലയിലെ അധികാര കേന്ദ്രങ്ങളെല്ലാം ഈ കുടുംബത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ള നിലയിൽ വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിടി ആരോപണങ്ങൾ ഈ ലോ അക്കാദമിക്കെതിരെ വരുന്നു. വലിയൊരു സമരം അവിടെ നടക്കുന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് CPI ആയിരുന്നു. അവസാനം ഈ ലക്ഷ്മി നായർക്ക് എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് അവിടുന്ന് പുറം വാതിലിൽ കൂടെ, ബാക്ക് ഡോറിൽ കൂടെ ഇറങ്ങിപ്പോകേണ്ടി വന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത CPI ആയിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴും കാണേണ്ടത് എന്താണ്, ആ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും CPMന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നാൽ 1% പോലും ഇവർക്കെതിരായിട്ടുള്ള നിലപാട് എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണല്ലോ ലക്ഷ്മി നായരുടെ ഉടമസ്ഥയിലുള്ള സെക്രട്ടേറിയറ്റിന് പിന്നിലുള്ള ആ കെട്ടിടം റീബിൽഡ് കേരളയുടെ ആവശ്യത്തിനായി ലീസിന് കൊടുത്തത്. അതും അതിൻ്റെ അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കെട്ടിടം ലീസിനെടുത്തിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തു 10-60 ലക്ഷം രൂപ. അപ്പം ആ നിലയിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നു. പക്ഷേ പിണറായി വിജയൻ ഒരു നിമിഷം പോലും അവർക്ക് എതിരായിട്ട് നിന്നിട്ടില്ല. കാരണം പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കോലിക്കോട് കൃഷ്ണൻ നായർ, ഈ നാരായണൻ നായരുടെ അനിയൻ. ഈ കോലിക്കോട് കൃഷ്ണൻ നായരെ 5 തവണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 5 തവണ തിരിച്ചെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ വിജയൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അല്ലാതെ മാത്രമല്ല, പിണറായി വിജയൻ്റെ മകളുടെ വിവാഹം, 2ാം വിവാഹം നടക്കുന്നതിനുമൊക്കെ വലിയ കാരണക്കാരനായത്. അപ്പോൾ ഫലത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു 500 കോടി രൂപയുടെ സ്വത്ത് ഈ കുടുംബത്തിൻ്റെ കയ്യിലേക്ക് വന്നു. ആരും അതിനെ എതിർക്കില്ല എന്നുള്ള നില വന്നു. കാരണം അവർ ഇടതിലും വലതിലും എല്ലാം അവരുടെ
ആളുകളാണെന്നുള്ള നിലയിൽ വന്നു. ഇടതിലും വലതിലുമുള്ള പല ആളുകളും അവിടുന്ന് നിരന്തരം LLB എടുക്കുന്ന പ്രവണത തുടർന്ന് വന്നു. ഇപ്പം ഞാൻ പുറത്തു കൊണ്ടുവന്നൊരു സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും അഴിമതിക്കാരനും വൃത്തികെട്ടവനായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട്, ജയതിലക്. അപ്പോൾ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അയാളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പിണറായി വിജയൻ്റെ 3ാം സർക്കാർ. നാളെ വെടിതീരല്ലേ, വെടിതീരുകയല്ല, അയാൾ ഗ്രേസ്ഫുൾ ആയിട്ട് അയാൾക്ക് ഒരു പരിക്കും പറ്റാതെ അയാൾ ഇറങ്ങി പോകുമായിരുന്നു. അയാൾ ചിലപ്പം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും പുതിയ ഏതെങ്കിലും സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ള സംശയം പോലും നൽകുന്നു. അയാൾ ശരിക്കും പിണറായി വിജയൻ്റെ ഫണ്ട് റൈസർ ആണെന്നുള്ള ആരോപണം പോലും വന്നു. പക്ഷേ UDF സർക്കാർ അയാളെ ഇങ്ങനെ ആലിംഗനബദ്ധനാക്കി നിർത്തി. അയാൾ ജോലിയിലിരുന്നപ്പോൾ ലോ അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പുറത്തുകൊണ്ടുവന്നു. 6ാം സെമസ്റ്ററിലെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൽ കിട്ടിയ മാർക്കിൻ്റെ ലിസ്റ്റിൽ ജയതിലക്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അയാളവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് 70% അറ്റൻഡൻസ് വേണം. അപ്പോൾ 70% സമയത്തും അയാൾ ജോലി ചെയ്യണം, സർക്കാരിൻ്റെ ജോലി ചെയ്യണം. അല്ല, 70% സമയത്തും അയാൾ ക്ലാസ്സിൽ പോയി ഇരുന്നിട്ടുണ്ടെന്നുള്ള രേഖയുടെ അടിസ്ഥാനത്തിലാണല്ലോ 6ാം സെമസ്റ്ററിലെ ലിസ്റ്റാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ 5 സെമസ്റ്ററിലും അയാൾ പൂർത്തീകരിച്ചു. അപ്പോൾ 5 സെമസ്റ്ററിലും അയാൾക്ക് 70% അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അല്ലാതിപ്പോൾ ആയുഷ്കാലത്തിൽ പറഞ്ഞാൽ ആത്മാവായിരിക്കും ഇരുന്നിട്ട് ചീഫ് സെക്രട്ടറിയുടെ മറ്റേ മോഹൻലാലിൻ്റെ ഏതൊരു സിനിമ ഉണ്ടല്ലോ, വിസ്മയത്തുമ്പത്. വിസ്മയത്തുമ്പത് അതുപോലെ ആയിരിക്കാം. ഏറ്റവും ഉന്നതമായിട്ടുള്ള സാധനങ്ങൾ വഹിക്കുമ്പോൾ ഇയാളവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിനാണ് രേഖ. കൂടുതൽ കൃത്രിമാണെന്നുള്ളതിന് വല്ല സംശയമുണ്ട്. എന്ന് മാത്രമല്ല, ഇവരുടെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം റവന്യൂ വകുപ്പിൻ്റെ മുന്നിൽ കിടക്കുമ്പോഴും റവന്യൂ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇയാളവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. പയക്കെതിരെ ബാർ കൗൺസിലും ഇതിനെതിരെയൊക്കെ പരാതികളൊക്കെ ഞാൻ പോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ വിശദാംശങ്ങളിൽ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഇവർക്കെതിരെ നടപടിയില്ല. അവർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരോപണമുള്ള പോലെ കുറേ LLB ഡിഗ്രിയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി 500 കോടി രൂപയുടെ സ്വത്ത് ഒരു കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പം എന്താ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, അവിടെ കോടികൾ മുടക്കിക്കൊണ്ടൊരു വലിയ കൺവെൻഷൻ സെൻറ്റർ നിർമ്മിക്കുക. അല്ല, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്തിനാണ് ഈ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ആവശ്യം നിർമ്മിക്കുന്നത്? 1. 2, ഈ സമാധാനം നാരായണൻ നായർ കുറച്ചാൾ മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം അന്തരിച്ചു, ദിവംഗതനായി. അദ്ദേഹം നമ്മളെ നിര്യാതനായി, നമ്മളെ വിട്ടു പിരിഞ്ഞു. അയാളുടെ സ്മാരകം ഈ സർക്കാർ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് അയാളുടെ സ്മാരകം, സ്വന്തം അച്ഛൻ മരിക്കുമ്പോൾ സ്മാരകം ഉണ്ടാക്കുന്ന എങ്ങനെ വിദ്യാഭ്യാസ ആവശ്യമായി വരുന്നത്. അപ്പോൾ ഹോളുണ്ടാക്കുന്നു, പിന്നെ സ്മാരകം ഉണ്ടാക്കും. ഈ അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന എങ്ങനെ വിദ്യാഭ്യാസ ആവശ്യമാകുന്നു. റെസ്റ്റോറൻറ്റ് പിന്നെ പൂട്ടിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? അതെപ്പോഴും ഉണ്ടെന്നാ കേട്ടോ. അതുപോലെ ബാങ്ക് നടത്തുന്നു അവിടെ. ബാങ്ക് നടത്തുന്നുണ്ട്. അപ്പം വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇതിനെതിരെ ഏതാനും എനിക്കൊന്നൊരു 1-2 മാസങ്ങൾക്ക് മുമ്പ് സുരേഷ് എന്ന് പറഞ്ഞിട്ട്, ഇതൊരു സംഘടനയുടെ പ്രതിയാണ്, അയാൾ ഹൈക്കോടതി ചെല്ലുന്നു. ഇത് ഭാഗ്യവശാൽ ചീഫ് ജസ്റ്റിസിന് നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് ഇത് പരിശോധിക്കണം, ഇത് റീസർവ് നടത്തണമെങ്കിൽ റീസർവ് നടത്തി ഇതിനെ നിജസ്ഥിതി അറിയിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ UDF സർക്കാരിന് ഇതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ റവന്യൂ വകുപ്പ് ഹിയറിങ്ങിന് വിളിക്കുന്നു, പരാതിക്കാരനെ വിളിക്കുന്നു, ലോ അക്കാദമിക്ക് നോട്ടീസ് പോകുന്നു. ലോ അക്കാദമിയുടെ പ്രിൻസിപ്പാളിനാണ് നോട്ടീസ് പോകുന്നത്. പക്ഷേ വരുന്നത് ആരാണ്? നാഗരാജനാരായണൻ. കാരണം അവൻ വലിയവനാണല്ലോ. കാരണം അവൻ്റെ കയ്യിൽ 500 കോടി രൂപയുടെ സ്വത്തിരുന്നിട്ടും അവന് ഇടത് വലത് വന്നാലും അവനൊരു രുചിക്കും ഇല്ലല്ലോ. അങ്ങനെ അവൻ കയറി വരുന്നു. പക്ഷേ പരാതിക്കാരനെ എതിർത്തു. നിങ്ങൾക്ക് എന്താ അവകാശം എന്ന് ചോദിച്ചു. നിങ്ങളല്ലല്ലോ പരാതിക്കാരൻ, നിങ്ങൾക്കല്ല നോട്ടീസ് എന്ന് പറഞ്ഞ അവിടെ വെച്ച് തർക്കമായി. എന്തായാലും പരാതിക്കാരന് അവിടെ അനധികൃത നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പിന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എനിക്ക് ചർച്ച തീരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ വിഷയത്തിൽ റവന്യൂ മന്ത്രി നീതിപൂർവമായിട്ടുള്ള നിലപാടെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അദ്ദേഹവുമായിട്ട് പരോക്ഷമായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ജയശ്രീ, അവർ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥർ, അവർക്ക് ഞാൻ ഈ വിധി പകർപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെത്, അവിടെ സ്മാരകം പണിതത്, അവിടെ ഹോട്ടൽ നടത്തുന്നത്, അവിടെ ബാങ്ക് ഇടുന്നതിൻ്റെ എല്ലാം രേഖകൾ ഉൾപ്പെടെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. റവന്യൂ മന്ത്രി AP അനിൽകുമാർ ആരോപണ വിധേയനായിട്ടുള്ള ഒരു മന്ത്രിയല്ല. അദ്ദേഹം ആരോപണ വിധേയനായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ ഇനിയും നേരിട്ട് കണ്ട് ഈ വിഷയം അദ്ദേഹത്തോട്
പറയാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ അദ്ദേഹം വിളിച്ചപ്പോൾ ഫോണിൽ ഞാൻ സംസാരിച്ചപ്പോൾ നീതിപൂർവ്വമായിട്ടുള്ളൊരു വിഷയമുണ്ട്. അത് പ്രൈവറ്റ് സെക്രട്ടറിയോട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അങ്ങ് നീതിപൂർവ്വമായിട്ട് അതിനകത്ത് ഇടപെടൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയവുമില്ല എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നീതിപൂർവ്വമായിട്ട് അതിനകത്ത് ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും AP അനിൽകുമാർ റവന്യൂ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കൊടിയ അനീതിക്ക് ഒരു അറുതി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലക്ഷ്മി നായരുടെ കുടുംബം കയ്യിൽ വെച്ചിരിക്കുന്ന ഈ 500 കോടി രൂപയുടെ ഈ അനധികൃത സ്വത്ത് തിരിച്ചു പിടിക്കും. അവിടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ നടപടിയെടുക്കും ഈ സർക്കാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് മുന്നിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ AP അനിൽകുമാർ തയ്യാറാവും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. മുമ്പ് പലപ്പോഴും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തതാണ്. ഈ ലോ അക്കാഡമിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികളെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നിയമ സംവിധാനങ്ങളുടെ പല തലങ്ങളിലും ഇരിക്കുന്നത് ലോ അക്കാഡമിയിൽ നിന്ന് നിയമബിരുദം പൂർത്തിയാക്കിയ വ്യക്തികളായതുകൊണ്ട് തന്നെ അതിലൊരു നീതി പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മാറി വന്നിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ചീഫ് ജസ്റ്റിസാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാരിന് അതിൽ നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് ഒരു ഉചിതമായ നടപടി ഈ വിഷയത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.